എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വെച്ച് ഡ്രൈവറെ മർദ്ദിക്കുകയും ബസിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ നിഖിൽ ജെയ്സനാണ് പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. തോട്ടുമുക്കത്തു നിന്ന് മുക്കത്തേക്ക് വരികയായിരുന്ന റോബിൻ ബസിനെ 4 കിലോമീറ്ററോളം കാറിൽ പിന്തുടർന്നാണ് സംഘം ആക്രമിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ വാലില്ലാപ്പുഴക്കടുത്ത് വെച്ച് ഡ്രൈവറെ മർദ്ദിക്കുകയും ബസിന്റെ സൈഡ് ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ മാസം 5-നായിരുന്നു അക്രമം. സംഭവത്തിൽ അരീക്കോട് പോലീസ് എടുത്ത കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായാണ് പരാതി. 5-ാം തീയതി പ്രശ്നമുണ്ടായി. 7-ാം തീയതിയാണ് അരീക്കോട് പോലീസുകാർ രാത്രിയിൽ വന്ന് എൻ്റെ മൊഴിയെടുത്തു. ഞാൻ പറഞ്ഞ രീതിയിലല്ല മൊഴിയെടുത്തത് അവരവരുടേതായ ഇഷ്ടത്തിന് മൊഴിയെടുത്ത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള FIR അല്ല ഇട്ടത്. കേസ് അന്വേഷണമോ ഞാൻ സഞ്ചരിച്ച ബസ്സിനെ ഫോളോ ചെയ്ത് ബ്ലോക്ക് ഇട്ട കാറിനെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. കാറിന്റെ നിറവും നമ്പറും ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞു നൽകിയിട്ടും പോലീസിന് കാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവം നടന്ന ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും 2 ദിവസം കഴിഞ്ഞാണ് FIR ഇട്ടത്. FIRലെ അപാകതകൾ മനസ്സിലാക്കിയതോടെയാണ് താൻ മലപ്പുറം SP-ക്ക് പ്രത്യേകം പരാതി നൽകിയത് എന്നും പരാതി നൽകിയതിന്റെ പേരിൽ തനിക്കെതിരെ വധഭീഷണിയുണ്ട് എന്നും നിഖിൽ ജോൺസൺ പറയുന്നു. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തത് ഒത്തുകളിയാണ് എന്നും നിഖിൽ ആരോപിക്കുന്നുണ്ട്. 24 കോഴിക്കോട്.